ഇമാം അഹ്മദ് ബിൻ ഹംബൽ പലപ്പോഴും നമ്മുടെ ഖുതുബയിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ പല ചരിത്രങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് അബൂ അബ്ദുല്ലാ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി എന്നാണ് പൂർണ്ണനാമം. ബാഗ്ദാദിലാണ് ജനിച്ചത്. ഇതേപോലെ തന്നെ 3-ാം വയസ്സിൽ വാപ്പ മരിക്കുക. 3-ാം വയസ്സിൽ വാപ്പ മരിച്ചു. വളർത്തിയതും പരിചരിച്ചതും എല്ലാം പഠിപ്പിച്ചതുമെല്ലാം ഉമ്മയായിരുന്നു. വിദ്യാസമ്പന്നയും മതഭക്തയുമായ ഉമ്മയായതിനാൽ മോനെ എന്തായാലും മതം പഠിപ്പിക്കുമെന്ന് ഓർമ്മിപ്പിച്ചു. എന്താ ഉണ്ടായത്? 10 ലക്ഷം ഹദീസുകളാണ് ബൈഹാത്താക്കിയത്. 10 ലക്ഷം ഹദീസുകൾ ഈ മോൻ ബൈഹാത്താക്കാണ്. ഉണക്കറൊട്ടി മാത്രമായിരുന്നു അവരുടെ ഭക്ഷണം. പല ദിവസങ്ങളിലും 3-4 ദിവസങ്ങൾ ഭക്ഷണം കിട്ടാത്ത അവസ്ഥയിലായിരുന്നു. നിങ്ങൾക്കറിയുമോ ഈ മനുഷ്യന്റെ ജന്മം നൽകിയ ഈ ഉമ്മ അദ്ദേഹത്തെ ഖുർആൻ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല 10 വയസ്സാകുമ്പോഴത്തേക്ക് ഖുർആൻ ബൈഹാത്താക്കി. ഖുർആൻ മനഃപ്പാഠമാക്കി അഹ്മദ് ബിൻ ഹംബൽ. ഉമ്മമാരെ നമ്മളെ സ്ഥിതി എന്താ? നമ്മളൊക്കെ ഇവര് ഉറക്കൊയ്യായിരുന്ന അഹ്മദ് ബിൻ ഹംബലിന്റെ ഉമ്മ എന്നും ഉറക്കമൊഴിഞ്ഞിട്ടായിരുന്നു ഈ മോനെ പോറ്റിയത്. ഈ മോനെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും വെള്ളം ഏതോ വിദൂരത്ത് താഴ്വരയിൽ നിന്ന് തോൽപാത്രത്തിൽ കെട്ടിക്കൊണ്ടുവന്ന് മോനെ സുബഹിക്ക് പള്ളിയിലേക്ക് പറഞ്ഞയക്കാൻ സുബഹിന്റെ മുമ്പ് വെള്ളം കൊണ്ടുവരും ഈ ഉമ്മ. വസ്ത്രങ്ങൾ എടുത്തു വരും ഈ ഉമ്മ. ഈ ചെറിയ മോനെ 10 വയസ്സുള്ള മോനെ പള്ളിയിലേക്ക് പറഞ്ഞയക്കും. വഴിയോരത്ത് വെച്ച് വല്ല അപകടങ്ങളും പറ്റുപോയി എന്ന് ഭയന്നിട്ട് ഈ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഉമ്മ ഹിജാബ് ധരിച്ചിട്ട് എന്നും പള്ളിയിലേക്ക് പോകും. പ്രവേശിക്കാൻ അനുമതിയുള്ള സമയങ്ങളിൽ പള്ളിയിൽ കയറി നമസ്കരിക്കും. അല്ലാത്ത സമയങ്ങളിൽ മോനെ കൊണ്ടുപോയിട്ട് പള്ളിയുടെ ഓരത്ത് വെക്കും മോനെ നിസ്കരിപ്പിക്കാൻ. ഉമ്മമാരെ, നമ്മൾ ഉറക്കമൊഴിഞ്ഞത് മൈലാഞ്ചി ഇടാനാണ്. നമ്മൾ ഉറക്കമൊഴിഞ്ഞത് റീൽസ് കണ്ടിട്ടാണ്. നമ്മൾ ഉറക്കമൊഴിഞ്ഞത് മഞ്ഞ കല്യാണത്തിന്റെ അന്നാണ്. നമ്മൾ ഉറക്കമൊഴിഞ്ഞത് ഗാനമേള കേൾക്കാനാണ്. അഹ്മദ് ബിൻ ഹംബലിന്റെ ഉമ്മ ഉറക്കമൊഴിഞ്ഞത് ആ മോന് വുളു ചെയ്യാനുള്ള വെള്ളം കോരിക്കൊണ്ടുപോയി വെക്കാനാണ്. എന്നിട്ട് ഈ അഹ്മദ് ബിൻ ഹംബലിനെ പള്ളിയിലേക്ക് കയ്യും പിടിച്ച് ഇരുട്ട് പിടിച്ച വഴികളിലൂടെ കയ്യും പിടിച്ച് ആ ഉമ്മ പോയി. അദ്ദേഹത്തെ ഇന്ന് ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതനാക്കിയതിന്റെ പിന്നിൽ ഈ 3 ചരിത്രങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ഉമ്മമാര് പണിയെടുക്കുന്ന